യേശുതമ്പുരാൻ കുരിശിൽ കിടന്നുകൊണ്ട് 7 വചനങ്ങളാണ് ഉച്ചരിച്ചത്. അതിൽ 6-ാമത്തെ ഒരു വചനത്തെ സംബന്ധിച്ചാണ് ഈ സമയത്ത് 2 വാക്ക് സംസാരിക്കുന്നത്. 6-ാമത്തെ വചനം ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ സകലവും പൂർത്തിയായിരിക്കുന്നുവെന്ന് യേശു കുരിശിൽ കടന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആ വാക്കിന് വളരെ വിപുലമായ ഒരു അർത്ഥം ആ വാചകത്തിനുണ്ട്. ലോകാരംഭത്തിനു മുമ്പേ കുരള അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ദൗത്യം, അവൻ്റെ ജനനം മുതൽ മരണം വരെ ഉള്ള സമയവും ഈ ലോക ജീവിതത്തിൽ സകലതും ചെയ്തു തീർത്തു. പിതാവാം ദൈവം അയച്ച എല്ലാ പ്രവർത്തനങ്ങളും അവൻ ഈ ഭൂമിയിൽ ചെയ്തു. രക്ഷയുടെ പൂർണ്ണത അവൻ കൈവരിച്ചു. ലോകത്തിൽ നിന്നും മടങ്ങിപ്പോകുന്ന അവസരത്തിൽ ക്രൂസിൽ കടന്ന് പറയുന്ന 6-ാമത്തെ വചനമാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആ വാക്ക് അറാമായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ടെറ്റിലസ്റ്റായി എന്നാണ് പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ഒരു വിപുലമായ അർത്ഥമാണ്. അതായത് പണ്ട് കാലങ്ങളിൽ ഒളിമ്പിക്സ് ജയിച്ചു വരുന്ന ആളുകളുടെ തലയിൽ ഒലിവ് വൃക്ഷത്തിൻ്റെ ഒരു ചെറിയ കൊമ്പ് വെട്ടി കിരീടം പോലെ വെച്ചിട്ടാണ് ജയ ശ്രീലാളിതനായിട്ട് വരുന്നത്. അങ്ങനെ യുദ്ധത്തിൽ ജയിച്ച് അല്ലെങ്കിൽ താൻ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യത്തിൽ താൻ പരിപൂർണമായി ജയിച്ച് തിരിച്ചു കടന്നു വരുന്ന ഒരു യോദ്ധാവിൻ്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് യേശുതമ്പുരാൻ ഈ വചനങ്ങൾ ഉച്ചരിക്കുന്നത്. കാരണം പിശാച് അവൻ്റെ മേൽ ഉപയോഗിക്കാനുള്ള സകല തന്ത്രങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനിയും അടിക്കുന്നവൻ്റെ കയ്യിൽ അടിക്കാനും ബാക്കിയില്ല. കാരണം 40 അടി എന്ന് പറയുന്നത് അത് 39 മാത്രമേ അടിക്കത്തുള്ളൂ. കാരണം എണ്ണിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ഒരെണ്ണം തെറ്റിപ്പോയാൽ അത് വലിയ ന്യായപ്രമാണ പ്രകാരം വലിയ കുറ്റകരമാണ്. അതുകൊണ്ട് ഒരടി കുറച്ചടിക്കുകയും മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം ഇനിയും അടിക്കാൻ ബാക്കിയില്ല. തുപ്പിയ മനുഷ്യൻ്റെ വായിൽ ഇനിയും തുപ്പൽ ബാക്കിയില്ല. അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചവന് ഇനിയും ഇടിക്കുവാൻ ശക്തിയില്ല. അവനെ പരിഹസിച്ചവർക്ക് ഇനിയും ആക്ഷേപവാക്കുകൾ പറയാൻ ബാക്കിയില്ല. അങ്ങനെ ഓരോ പരീക്ഷണങ്ങളിലും താൻ അവരുടെ പരീക്ഷകൻ്റെ സകല ശക്തിയും നഷ്ടപ്പെടുന്നവരെയും അവനെ സഹിച്ച് ക്ഷമിച്ചു നിന്നു. അടിക്കുന്നവൻ്റെ മുമ്പിൽ തൻ്റെ മുതുവ് വളരെ ഭംഗിയായി നിവർത്തി കൊടുത്തു. കാരണം ഒരടിയും നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം ബലഹീനതയിൽ അവൻ തൂണോടെ കെട്ടിപ്പിടിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. ഉഴവുകാർ അവൻ്റെ മുതുവിനെ വയലിൽ വീഴുന്ന പോലെ വീഴുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ശത്രുവിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ആയുധങ്ങൾ ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ശത്രുവിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് മരണമായിരുന്നു. ആ മരണവും പൂർത്തിയായതിനു ശേഷം ഇനി അവൻ്റെ കയ്യിൽ ബാക്കിയൊന്നുമില്ല. അതാണ് യേശുതമ്പുരാൻ പറഞ്ഞ ആ ദൗത്യത്തിൻ്റെ വലിയ ഉദ്ദേശം. ഇറ്റ് ഈസ് ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യാനുള്ള സകല ദൗത്യവും ഈ ഭൂമിയിൽ ചെയ്തു തീർത്തു. ശത്രുവിന് ഇനി അവൻ്റെ മേലിൽ ജയിക്കാൻ ഒരായുധവും ബാക്കിയില്ല. നമ്മുടെ പാപങ്ങൾ മുഴുവൻ അവൻ തൻ്റെ ക്രൂശിൽ അവൻ വഹിച്ചു കഴിഞ്ഞു. ഇനിയും ഒരു പാപവും ഈ ലോക സൃഷ്ടിക്ക് ഇനിയും ഇല്ല. അവൻ താൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ പൂർണ്ണതയുടെ അനുഭവത്തിലാണ് യേശുതമ്പുരാൻ കുരിശിൽ കിടന്നുകൊണ്ട് 6-ാമത്തെ വചനം പറയുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മൾ പരിശ്രമിക്കണം. ഈ പ്രത്യേകമായിട്ടുള്ള നോമ്പ് ദിവസങ്ങളിൽ നമുക്ക് നോമ്പ്, പ്രാർത്ഥന, ഉപവാസം അത് പൂർണ്ണമായി നിർവഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ബലഹീനമായ ശരീരം കൊണ്ട് ദൈവം ഇടയാക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രമിക്കുന്ന ഏവർക്കും ദൈവനാമത്തിൽ സന്തോഷവും സ്നേഹവും പുതിയ വർഷത്തിൻ്റെ അനുഭവങ്ങളും കർത്താവിൻ്റെ കൃപയിൽ നോമ്പെല്ലാം ഭംഗിയായി തീരുവാൻ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.